ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. സത്യം പറയാൻ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാംസ് പിന്നെ നോമ്പ് അങ്ങനത്തെ ഉള്ളതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തത്. എന്തായാലും ഞാൻ അങ്ങോട്ട് ചറവറ വീഡിയോസ് ആയിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ഞാൻ കുറേ കണ്ടൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ട്. എന്തായാലും കുറേ വീഡിയോസ് ഒക്കെ ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് പഴയ പോലെ തന്നെ ഇനിയും വേണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ സ്കോഡിൻ്റെ അവസ്ഥ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് സ്കോഡൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ഇതാണ് ഇപ്പോൾ തന്നെ സ്കോഡിൻ്റെ അവസ്ഥ. കുറച്ച് പുതിയ പ്ലേയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും റാങ്കപ്പ് ചെയ്തിട്ട് മാക്സിമം റാങ്കപ്പ് ആക്കിയിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സിനും. പിന്നെ കാർലോസ് ബിയോളിനെ നമുക്ക് 3KMസിൻ്റെ പേക്കിൽ കിട്ടിയതാണ്. പിന്നെ ബേൺ എന്ന് പറഞ്ഞ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബേൺ എന്നുള്ള പ്ലെയർ ടോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആളെ ടീമിലിട്ടത്. കാരണം ചങ്ങായിക്ക് നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, പിന്നെ പേസും ഉണ്ട്, അത്യാവശ്യം നല്ല ഫിസിക്കൽ പ്ലെയറാണ്. ഹൈറ്റാണ് ഗൈസ് ഒരു ഡിഫൻഡറിന് വേണ്ട ഏറ്റവും വലിയ ഒരു ഫാക്റ്റ്. അതെന്തായാലും ഈ പ്ലെയറിനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെയിൻ CB ആക്കിയത്. പിന്നെ ഗൈസ് നമ്മളെ സ്പെയിൻ്റെ റേസിംഗ് സ്റ്റാർ ആയിട്ടുള്ള ഡീൻ ഹോയ്റ്റ്സൺ ഉണ്ട്. ചങ്ങായിക്ക് നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. 19 വയസ്സായുള്ളൂ ഗൈസ്, ആകെ 19 വയസ്സുള്ള ഒരു പ്ലെയറാണ് ആള്. ഈ കാർഡ് എന്തായാലും എനിക്ക് 3KMസിൽ തന്നെ കിട്ടിയതാണ്. നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്, കിടിലം കാർഡാണ്. എന്തായാലും 2 ഹൈറ്റുള്ള ഡിഫൻഡേഴ്സിനെയാണ് ഞാൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഗൈസ് അതുപോലെ തന്നെ 3KMസിൽ നിന്ന് വേറൊരു കാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലിൻഡോൺ എന്ന് പറഞ്ഞ പ്ലെയറിന്റെ കാർഡാണ്. എനിക്ക് വേറെ CM ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ജോലിൻഡോന്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിൽ മൂവ്സും അതൊക്കെ ബാഡാണ്, ബാക്കിയൊക്കെ സെറ്റാണ്. ഷാർട്സ് ആക്കേണ്ടി വരും മിക്കവാറും. പിന്നെ സ്ട്രൈക്കേഴ്സ് ആയിട്ട് ഡാൽഗ്ലിഷും എംബാപ്പെ തന്നെയാണ് പഴയ പോലെ തന്നെ. പിന്നെ ഈ കാർഡ് ബെർണാഡോ സിൽവേൻ്റെ കാർഡ് എനിക്ക് എന്തായാലും ചേഞ്ച് ചെയ്യണം. വേറെ കാർഡൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പം വെച്ചിരിക്കുന്നത്. പിന്നെ ആർണേൻ്റെ കാർഡ് ഞാൻ ഇപ്പം കളഞ്ഞിട്ടില്ല, കാരണം കിടലം പ്ലെയർ ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കളയാൻ പറ്റില്ല. ഈ കാർഡ് ഇനിയും കുറേ കാലം ഓടുന്ന കാർഡാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്കോഡിൻ്റെ ഒരു അവസ്ഥ. 1-on-10 ആയിട്ടുണ്ട്. കുറച്ചുകൂടി ചേഞ്ച് ഒക്കെ വരുത്താനുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കണം ഗൈസ്. ഇനി എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലേക്ക് അടക്കാം. 3KMസിൻ്റെ പാക്കാണ് ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗൈസ്. സത്യം പറയല്ലോ പിച്ച് ബീറ്റ്സ് ഒരു കിടിൽ ഇവൻ്റ് ആണ്. കാരണം എല്ലാവർക്കും നല്ല പ്ലേയേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്. ഷാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ 1 2 3 ലെറ്റ്സ് ഗോ. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ വാക്കൗട്ട്. ഓക്കെ ഡെൻമാർക്ക്. ഓക്കെ CDM 115ൻ്റെ കാർഡാണ്. ഈ കാർഡ് എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും ഷാർട്സ് കുറച്ചുണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ കാർഡ് കൊണ്ട്. പിന്നെ ടീമിലോട്ട് വേണേൽ യൂസ് ഒക്കെ ചെയ്യാം, കിടലൻ കാർഡാണ്. ഐ എം ഗോയിങ് ഫോർ ഷാർട്സ് ഗൈസ്. എന്തായാലും 3KMസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും 2500ൻ്റെ പാക്ക് കൂടി ഓപ്പൺ ചെയ്യാം. എന്തായാലും നല്ല കാർഡ്സ് ഒന്നും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. സ്റ്റാമിൻ്റെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായാൽ നൈസ് ആയിരിക്കും, കിടലൻ കാർഡാണ്. ഐ തിങ്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ ഗെയിം. ഓക്കെ, ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആരെ കിട്ടും നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് എന്തായാലും സിദാൻ്റെ കാർഡ് എടുക്കണം, അതുകൊണ്ട് തന്നെ ഷാർട്സ് വേണം. എന്തായാലും ഇതിൽ നല്ലൊരു പ്ലെയറിനെ കിട്ടും നോക്കാം. ഓക്കെ ആരാ? സ്പെയിനാണ്. ഓക്കെ റൈറ്റ് മിഡ്. നോ ആരാ? ഓക്കെ നോ ഗൈസ്. ഇസി പലാസോൺ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. 30 ഷാർട്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മളെ അത്ര ഹാപ്പി അല്ല ഗൈസ്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ 3KMസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തേക്കാം. ഇവിടുത്തെ നല്ലൊരു കാർഡ് കിട്ടണം, കുറേ കാലമായി ഇവിടുന്ന് നല്ലൊരു കാർഡ് കിട്ടിയിട്ട്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ ഗൈസ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ഈ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് ഇപ്പം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ലക്കിന് വേണ്ടിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ഓക്കെ, ഇനി എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നെങ്കിലും നല്ലൊരു പ്ലെയറിനെ കിട്ടണം, അറ്റ്ലീസ്റ്റ് ഒരു 1-on-6 എങ്കിലും കിട്ടണം. ഓക്കെ ഇംഗ്ലീഷാണ്. CB. ഓക്കെ ന്യൂകാസിൽ. ഓക്കെ ബേണിൻ്റെ കാർഡ് എഗെയിൻ പിന്നെയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയ കാർഡ് തന്നെയാണ്. നല്ല കിടിലൻ കാർഡാണ്, അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉള്ള കാർഡാണ്. ഞാൻ എന്തായാലും മെയിൻ സ്കോഡിൽ യൂസ് ചെയ്യുന്ന കാർഡാണ്, നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നോട്ട് ബാഡ്. എന്തായാലും 60 ഷാർട്സിനുള്ള വകുപ്പായിട്ടുണ്ട് ഗൈസ്. ഈ അക്കൗണ്ടിലേക്ക് കുറച്ച് ഡേയ്സ് മുമ്പ് ഒരു കിടിലൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഐക്കണിൻ്റെ കാർഡായിരുന്നു, നമ്മുടെ മോറേൻ്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് കിട്ടലായിരുന്നു കിട്ടിയത്. ഞാൻ എന്തായാലും മാക്സ് റാങ്കപ്പൊക്കെ കൊടുത്ത് സ്റ്റാർട്ടിങ് ലെവലിൽ ഈ കാർഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അത്ര ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അത്ര എഫക്റ്റീവ് അല്ല കാർഡ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ തേർഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ 3KMസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടുന്നെങ്കിലും നല്ലൊരു കാർഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് അത്ര ഹോപ്പ് വേണ്ട, കിട്ടില്ല ഒന്നും. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഗോ. ബാഡ് നെറ്റ്വർക്ക്, സോറി. ഓക്കെ വർക്കൗട്ട് വന്നിട്ടുണ്ട്. മൊറോക്കോ. ഓക്കെ മനസ്സിലായി, CDM ആണ്. അമ്രാബാദിന്റെ 1-on-2 ഉള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓൺലി ഫോർ 10 ഷാർട്സ് ആണ്. കുറച്ചുകൂടി നല്ല പ്ലേയേഴ്സിനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ഇവന്റ് ആയിട്ടുള്ള സോങ്ക്രാൻ ഇവന്റിലെ 2KMസിന്റെ പാക്കാണ്. ഇതിൽ നല്ല കാർഡ്സ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്, കാരണം 1-on-1 തൊട്ട് 1-on-7 ആണ്. എന്നാലും നമുക്ക് 1-on-2 എങ്കിലും പ്രതീക്ഷിക്കുക, അത്രേ നമുക്ക് കിട്ടുള്ളൂ.
എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് ഇതിൽ എന്തായാലും മിക്സ്ഡ് വെർഷൻ പ്ലേയേഴ്സ് ആണ്. എല്ലാ പ്ലേയേഴ്സിൻ്റെ കാർഡ്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, അതാണ് നല്ലത്. കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലും നല്ല കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എന്തായാലും ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ വാക്കൗട്ട് നല്ലതാണ് കണ്ടിട്ട് തോന്നുന്നു. മറഡോണ 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 നോ ഇറ്റലി സ്ട്രൈക്കർ. ഓക്കെ, നോ ഗൈസ്, ചെറിയ കാർഡാണ്. ഗൈസ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് അറിയാം. എന്തായാലും അടുത്ത വീഡിയോസ് തൊട്ട് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഞാൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റുന്നതാണ്. പിന്നെ ഗൈസ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് ടീം ഓവർ എത്രയാണെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പിച്ച് ബീറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കിടിലൻ പ്ലേയേഴ്സിന്റെ നെയിം എന്തായാലും കമന്റ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ബൈ.